സുവിശേഷം അനുസരിക്കാൻ നിന്നെ വിളിച്ചത്. ഞാനല്ലയോ നിന്നെ പുറപ്പെടുവിക്കുന്നത്. പല ചോദ്യങ്ങൾ കുടുക്കുകൾ ഉള്ളിലിരിക്കുകയാണ്. നല്ല കുലത്തിലുള്ളവനാ, കുലന്നല്ലടാ. ചോദ്യം ഉള്ളില്. കോപം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭവിക്കുന്നതെന്ത്? ഭവിച്ച ചില വിഷയം, ഭവിച്ച ചില കാര്യം. കോപം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിലെന്ന് ചോദിക്കുമ്പോഴ നീ ദൂതനെ ഇറക്കി മെതിച്ചവനല്ലേ? നീ ഒറ്റൊരുത്തൻ നിന്ന ദൂതനെ ഇറക്കിയതല്ലേ? ഇപ്പൊ നിന്റെ ഉള്ളിലിരിപ്പല്ലതാ. കൂടെ ഉണ്ടെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ, അതായത് യേശോ ദൈവം ഉണ്ടോ? പിന്നെ നീ എന്തിനാ മരിക്കാൻ വന്നത്? ചിലരുടെ കാറ്റ് പോയിരിക്കും. സ്തോത്രം. നമ്മളങ്ങനെ സ്തോത്രം വിധിക്കാൻ തയ്യാറ. വിധി കണ്ടുണ്ടാക്കുന്നത് വിധി കണ്ട് ഇറങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. ഒരു ദൂതന്റെ പവർ അതിക്കക്കരെയും ഇക്കരെയും കാൽ വെച്ച് മഷിക്കുപ്പിയുമായി നിൽക്കുന്ന ദൂതന്റെ വലിപ്പം എന്നതാണ്. അർണോന്റെ കളത്തിൽ 185 വെട്ടിയിട്ട ദൂതന്റെ പെരുപ്പ് എന്നതാണ്. സ്തോത്രം. ഇവനെ ഈ ഒറ്റയ്ക്ക് നിന്ന് മരിക്കുന്ന സ്ഥാനത്ത് ദൂതനെ ഇറക്കിയവനല്ലേ? ഇപ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്ന ചോദ്യങ്ങള് എന്തൊക്കെയാ? ചോദ്യം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളുടെ മുഖത്ത്, നടക്കാത്ത ചില വിഷയങ്ങളുടെ മുഖത്ത്, സമ്പന്നത്തിലിരിക്കുമ്പോൾ അവിശ്വാസം കയറി, തടസ്സം വന്നപ്പോൾ ചോദ്യം ഉയർന്നു. ഹൃദയത്തിൽ വടംവലി നടക്കുക. വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്. ദൈവമുണ്ടോ? അത് കാര്യം നടക്കാത്തത് എന്ത്? ദൈവം കാര്യങ്ങൾ നീ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ വരുമ്പോൾ എന്റെ ഉള്ളിൽ അവിശ്വാസത്തിന്റെ ശക്തി ചോദിപ്പിക്കും. സ്വതം. പിന്നെ നീ എന്തിനാ ആരാധനയ്ക്ക് ഇറങ്ങിയത്? ആരോടാ ഇവൻ ഈ ചോദിക്കുന്നത്? ദൂതനോട്. ദൂതൻ നിന്റെ മുമ്പിൽ നിൽക്കുക. സ്തോത്രം. അവൻ എന്നാൽ ഇവൻ പ്രമാണമുള്ളത്. ദൂതനെ ഇറക്കാനൊക്കെ പ്രമാണം എന്താ? എന്താ പ്രമാണം? സ്തോത്രം. നാളുകളായി സ്വന്തം ജനത്തിന്റെ നന്മ ശത്രു കൊണ്ടുപോവുകയാ. മിദ്യാന്യർ നന്മ കൊണ്ടുപോവുക, ഗോതമ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എന്നെയും എന്റെ മക്കളെ അനുഗ്രഹിച്ചേക്കെന്നും പറഞ്ഞില്ല അവൻ അവിടെ വന്ന് അമ്മയിരിക്കുന്നത്. ഇവിടെ തടസ്സം വരും. നമ്മുടെ ആവശ്യം എന്നതാ? നമ്മുടെ സ്വന്തം കാര്യം അല്ല. നീ സഭയ്ക്ക് വേണ്ടി നിൽക്കുക, ആത്മാക്കൾക്ക് വേണ്ടി നീ നിൽക്കുക, വിശ്വാസത്തിന് വേണ്ടി നീ നിൽക്കുക, വിശ്വാസത്തിന് വേണ്ടി നീ വില കൊടുക്കുക. എന്താ വില? ഗോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ പെടരുത്. ദേശത്ത് ചിലത് പെട്ട് കിടപ്പില്ലേ? ചുറ്റുവട്ടത്ത് ചിലത് പെട്ട് കിടപ്പില്ലേ? നിന്റെ അളവ് എന്തുകൊണ്ട് കുറയുന്നു? നിന്റെ നന്മ എന്തുകൊണ്ട് ശത്രു കൊണ്ടുപോകുന്നു?
നിന്റെ തലമുറയുടെ വിടുതൽ എന്തുകൊണ്ട് തടയപ്പെടുന്നു? തീരുമാനമെടുക്കുക. പ്രാർത്ഥന ക്രമീകരണം. തീരുമാനം എന്താ? ഗോതമ്പ് മിഥ്യാനിയുടെ കയ്യിൽ പെടരുത്. പെട്ടുകിടക്കുന്ന വിഷയം, പെട്ടുകിടക്കുന്ന അവസ്ഥ, പെട്ടുകിടക്കുന്ന തലമുറ. മക്കളെ വിളിച്ചല്ലേ ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ മടിയാ. പെട്ടുകിടക്കുന്ന ആര്? അയൽവക്കക്കാർ മാത്രമല്ല, സ്വന്തക്കാർ. ഞാൻ എറണാകുളത്ത് പോയി ശുശ്രൂഷിച്ചപ്പോ ഒരു സഹോദരി താഴെ ഇരിപ്പുണ്ടോ, ഒത്തിരി പേരുണ്ടോ, സഹോദരി ഇരിപ്പുണ്ടോ, ഒത്തിരി ദിവസമാരും. ശരി, ഞാൻ കാണിച്ചത് കയർ കുറ്റിയോട് ചേർന്ന് ഒരാളിങ്ങനെ ശ്വാസം വിടാതെ കിടക്കുക. പെട്ടെന്ന് അവരുടെ തോളെ ചെന്ന് കൈ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ചുറ്റിക്കെട്ടി കിടപ്പുണ്ട്. ആരുമില്ല. നടക്കെടു പറയാം. ആ സഭയുടെ കർത്തൃദാസി എഴുന്നേറ്റ് പറഞ്ഞു, അനിയത്തിക്ക് ഞാൻ അതപ്പോ വേദനല്ലേ? എന്തുകൊണ്ട് ഇവിടെ മറച്ചു? ഇതന്നെയല്ലേ ഇവിടെ ജീവിതത്തിന്റെ തടസ്സം. വിവാഹിതയാകാത്ത 27 വയസ്സുള്ള സഹോദരി വീട്ടിൽ ചുറ്റപ്പെട്ട് കിടക്കുക. കൃത്യമായ വെളിപ്പാട് കണ്ടപ്പോ പറയുക, കർത്തൃദാസി തോന്നുന്നു. പിന്നെ നമ്മുടെ അനിയത്തി എന്റെ ജോലിയാണ് അവർ വിളിച്ചു. അത് പാരമ്പര്യമായിട്ടുള്ളതല്ല. ഈ അടുത്ത സമയത്ത് അതിനെ എന്തോ കണ്ടുപിടിച്ച് ദൈവാത്മാവ് ഒരിക്കലും സ്തോത്രം. ചിലത് പെട്ടുകിടക്കും, മറച്ചു പിടിക്കരുത്. ദൈവസഭയെ വിഷയം കൊണ്ടുവരും. ഒന്നിച്ചിരുന്ന് രാത്രി ഇരുന്ന് അമ്മേ ദൈവത്തിന്റെ കയ്യില് അമ്മ വിഷയം കൊടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, പ്രാർത്ഥന കുറവാണെന്ന് പല കാര്യവും നടക്കാത്തത്. ഇട്ടുകിടക്കുക. സ്തോത്രം. എട്ടുകിടക്കുന്നതിനെ പിടിച്ചോണ്ട് വരണമെന്ന് ഗോതമ്പ് മിഥ്യാനിയുടെ കയ്യിൽ പെട്ടു പോകാതിരിക്കേണ്ടതിന് എന്നാ വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഓഫ്രയിൽ അബിയേസറിനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴിയിരുന്നു. അവന്റെ മകനായ ഗിദിയോൻ ഗോതമ്പ് മിഥ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. വയലിലല്ല മെതിച്ചത്, കളത്തിലല്ല മെതിച്ചത്, മുന്തിരിച്ചക്ക്. അത് വിഷയമാണ്. രഹസ്യ പ്രാർത്ഥനയുള്ളവനാണ് കാണിക്കുന്നത്. ആ രഹസ്യ പ്രാർത്ഥന മെതി നടത്തിയാൽ കയ്യിലിരിക്കുമെന്ന് വെട്ടിപ്പിടിക്കാമെന്ന്, ചിലത് വെട്ടിപ്പിടിക്കാമെന്ന്, വെട്ടുകിടക്കുന്നത് ചിലത് അയലത്തുണ്ട് പിടിക്കാം. ചിലതിന് ദൈവത്തിന്റെ ആത്മാവ് പിടിക്കും. ശക്തിയോടെ ആരാധിച്ചാൽ മതി. നമുക്ക് അധികാരം തന്നിട്ടുണ്ടെന്ന്. അവന്റെ ആശ്രയങ്ങൾ പാരൊക്കെ പറക്കുകയാണ്. ചിലപ്പോ കാണിക്കണം. മഞ്ഞ നിറത്തിൽ മിന്നുന്ന അമ്പുകളോടുന്നത് ആരാധിക്കുന്നു. ചുമ്മാ നമ്മള് കൈയടിക്കുന്നുണ്ടാണോ? ആത്മാവിൽ കയറിയവർക്കറിയാം ആരാധനയുടെ വെളിപ്പാടുണ്ടാവും. അത് ശത്രുവിന്റെ രാജാവിന്റെ ശത്രുവിന്റെ നെഞ്ചിന് ചെന്ന് പറയുന്നത്. ദൈവജനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ശക്തിയെ ചെന്ന് തറയ്ക്കുന്നുണ്ട്. സ്തോത്രം. എന്ത് ചെയ്യണം? പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലി. ഭയങ്കരമാണ്. ദൂതൻ അവന് പ്രത്യക്ഷനായി. പ്രത്യക്ഷത വരുത്തിയ ഭക്തൻ മെതി കൊണ്ട് പ്രത്യക്ഷത വരുത്തി. ദൂതനെ കാണുന്നില്ല. ദൂതനെ കാണാൻ ചത്തുപോകും. ദൂതനെ അവൻ കാണുന്നു. അപ്പൊ എന്നാ വിധിയാകും. നമുക്ക് തിളപ്പ് വരുന്നില്ലേ ആ വേദി?
നമ്മൾ 2 പാട്ട് പാടുമ്പോഴേ അതല്ല ദൂതനെ ഇറക്കുന്ന വിധി ദൂതൻ വ്യക്തമായി വെളിപ്പെടുന്ന ദർശനം. എന്നിട്ടും സംശയം കൂടി ഇരിക്കും. ഇത്രയും നല്ല കാര്യം ദൈവം ചെയ്തിട്ടും സംശയം. എന്താ സംശയം? യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇതൊക്കെ ഭവിച്ച ചില കാര്യങ്ങളുണ്ടെന്നോ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുള്ളത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഭവിച്ചില്ല. നമ്മൾ ഈ പരിപാടിയൊക്കെ ആയിരുന്നു. സ്തോത്രം. ഭവിക്കുന്നത് എന്ത്? ഭവിച്ച കാര്യങ്ങളിൽ കൂടി പോയാൽ ഈ സമയം ഒന്നും പോരാ. 4 മണി വരെ വേണം. അതുപോലെ എനിക്ക് നിൽക്കാൻ. അടുത്തത് യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന്. ആരംഭം മുതൽ തുടങ്ങുക. അടുത്തത് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇവൻ ഒത്തിരി അത്ഭുതം അറിഞ്ഞിട്ടുള്ളതാ, കണ്ടിട്ടുള്ളതാ, കേട്ടിട്ടുള്ളതാ, അനുഭവിച്ചിട്ടുള്ളതാ. ഇപ്പൊ എവിടെ? ഇപ്പൊ ഇല്ല അത്ഭുതം. ഇവിടെ പഴക്കം വന്നു ചോദിച്ചു. ആരാധനയ്ക്കൊരു മംഗലം, ആരാധനയ്ക്കൊരു തടസ്സം. ആരെങ്കിലും പാടിച്ചോട്ടെ, ആരെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ, ആരെങ്കിലും കൈയടിച്ചോട്ടെ, ആരെങ്കിലും പുസ്തകം വായിച്ചോട്ടെ, ആരെങ്കിലും പാട്ട് തുടങ്ങട്ടെ. ഇതല്ല. ചാടി വീഴണം. ആലയത്തിൽ കഴുകനെ പോലെ ചാടി വീഴണം. ഇസ്രായേലേ, ആലയത്തിൽ കഴുകനെ പോലെ ചാടി വീഴണം. ആരാധന ചെയ്യും. ഇതൊക്കെ പറഞ്ഞാൽ പാവ സഹോദരങ്ങൾ ഇരുന്ന് ആരാധിക്കുന്നവർക്കുണ്ട്. ഞങ്ങളുടെ പെരുമേല് തുറവോ അല്ലേ? തുറവത്ത് സമയത്ത് എന്ന് ആരാധനയാണ്. 3.5 മണിക്കൂറാണ് ശിശുവിന് പോയത്. എന്തൊരു ഒടുക്കാൻ വന്നിരുന്നിട്ട് ഓരോരുത്തരും വിളിയ ഞങ്ങളെ തിളയ്ക്കുക. പാട്ടുപാടിയുള്ള ആരാധന മാത്രമല്ല, ആത്മാവിൽ ഉയർന്ന് കയറണം. ഒറ്റ പാട്ടിട്ട് കൊടുത്താൽ മതി. മണിക്കൂർ മുന്നോട് ആരാധിച്ചു. നമ്മുടെ വെളിപ്പാടും കണ്ടവിടെ വെച്ച് അത് ദർശനങ്ങളൊക്കെ ചില കൃപാവരത്തിൽ നിറഞ്ഞു. എന്നാൽ ഇത് മങ്ങിക്കിടക്കുക പോരാ. കാരണം നമ്മുടെ ഉള്ളിൽ ചില വിധികൾ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ അവരുടെ അമ്മച്ചു അതിനെ പറഞ്ഞിട്ട് ഉള്ളു മതി ആവണക്ക് കൂട്ടാൻ അല്ലേ? ഒരു ചിലർത്തെ മതി ദാവീദിനെ രക്ഷപ്പെടുത്താൻ. ഒരു വല വന്ന് നീന്താപ്പിക്കണം. ദൈവത്തിന് കയ്യിലെടുക്കാൻ സ്തോത്രം. ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ഇസ്രായേലിൽ വിടുവിച്ച് സത്യമാറിയ ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാനിയുടെ ദൈവം ഉപേക്ഷിച്ചെന്ന് വരെ പറഞ്ഞു വെച്ചു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ക്രിയ. 7, 21, 11, 3 ഒക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യരിക്കേണ്ട നമ്മ ഇനി ഉപവാസം കഴിയും. പിന്നെ എന്നാ കഴിയും? കാട്ടില്ല അടുത്തല്ലേ? അടുത്തോ അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടൊപ്പം കാര്യം മുഴുവൻ ഇരിപ്പുണ്ടെന്ന് ദൈവത്തിന്റെ കയ്യിൽ. പ്രഭാത പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. മോശ അവിടെ നിലവിളിച്ചില്ല 14-ാം അധ്യായത്തിൽ. പക്ഷെ മോശയോട് ദൈവം ചോദിക്കുക, മോശ നീ എന്നോട് നിലവിളിക്കുന്നത്? മോശ ആ അധ്യായത്തിൽ നിലവിളിച്ചിട്ടില്ല. ഇവരെല്ലാം കയറി വരുമ്പോഴത്തേക്ക് മോശ പറയുന്നുണ്ട് നിങ്ങൾ അനങ്ങാതിരിക്കെ ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ചോദിക്കുക, മോശ നീ എന്നോട് നിലവിളിക്കുന്നത് എന്നിട്ട് മുമ്പോട്ട് പോകുന്നു. അതിന്റെ അർത്ഥം തന്നെ നിലവിളിച്ചിട്ടാണ് ഉള്ളിന്റെ ഞരക്കം. വിശുദ്ധന് വേണ്ടി Hallelujah.
ആമേൻ. നീ എന്നോട് നിലവിളിക്കുന്ന അവൻ നിലവിളിച്ചേ ഇല്ല. പക്ഷേ ഒരു നോട്ടം നോക്കിയത് മകന് ഗീതയോ എന്ന ദൈവം ഒത്തിരി ആശയുള്ളിലിരിപ്പുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കാര്യം നോക്കാം. നീ ഇതൊക്കെ പറഞ്ഞാൽ നിന്റെ ബലവണ്ണതാണ്. ദൈവശക്തി നിന്റെ മേലുണ്ടെന്ന്. നീ ഒരുത്തനായി നിന്ന് ഈ പട്ടണം പിടിക്കും, ആ ദേശം പിടിക്കും, ആ സമൂഹത്തെ പിടിക്കും, ആ ചുറ്റുവട്ടത്തെ പിടിക്കും, ആ കുടുംബങ്ങളെ പിടിക്കും, ആ തലമുറകളെ പിടിക്കും. ആര്? കോവിഡ് നോട്ടത്തിൽ നിൽക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം, നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം. ആമേൻ. ഈ ആണ്ടിൽ നീ അത്ഭുതത്തിലേക്ക് കയറിക്കും കേട്ടോ. നടക്കില്ല, സാധിക്കില്ലെന്ന് പറഞ്ഞ് നിനക്കെതിരെ പുകയുന്ന രണ്ട് മുഖത്ത് നിൽക്കുന്നു. പക്ഷേ നീ സൂചിച്ചോ, നീ സാവധാനമായിരുന്നു. പുകയുന്ന മുറിക്കൊഴി നിമിത്തം കോവിഡക്കാരൻ നിനക്ക് വേണ്ടി കൊണ്ട് ഒരത്ഭുതവും ചെയ്യാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഒരുക്കപ്പെടാൻ ഒന്ന് നീ ആശിച്ചു, മറ്റൊന്ന് നീ കൈവച്ചു, ഒന്ന് നീ കടന്നു, ഒന്ന് നീ ഏറ്റെടുത്തു. പക്ഷെ അതൊന്നും നല്ല കാര്യം പുതിയതൊന്നോ പുതിയതായത് പുതിയൊരു അനുഭവത്തിലേക്ക് അവേ ഞാൻ ഇതിനായി നീ അരമുറിക്ക് നിന്നെ തന്നെ ശക്തീകരിച്ച കോവിക്ക് വേണ്ടി ഉണരുക. അത്ഭുതത്തിന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്തു.